മുക്കത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് റിയാസ് സുരേഷ് എന്നിവർ താമരശ്ശേരി കോടതിയിലാണ് കീഴടങ്ങിയത്. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ ഹോട്ടലിലെ മുകൾ നിലയിൽ നിന്ന് ചാടി പരിക്കേറ്റ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഹോട്ടൽ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ മറ്റ് 2 പ്രതികൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ഇവർ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു വിവരങ്ങൾ ഇന്നലെയാണ് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ദേവദാസിനെ കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് പിടികൂടിയത്. കുന്നംകുളത്ത് നിന്നായിരുന്നു ദേവദാസിനെ പിടികൂടിയത്. കുന്നംകുളത്ത് നിന്ന് പിടികൂടിയ ദേവദാസിനെ കുന്നംകുളം പോലീസ് മുക്കം പോലീസിനെ ഏൽപ്പിക്കുകയും പിന്നെ ദേവദാസുമായി തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ മുക്കം പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന വിവരം മറ്റു 2 പേരെയും ഉടനടി പിടികൂടാൻ സാധിക്കുമെന്നും ഞങ്ങളുടെ സർവേലൻസിന്റെ പരിധിക്കകത്താണ് ഇവരുള്ളത് എന്ന വിവരം ഇന്നലെ തന്നെ മുക്കം പോലീസ് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ 2 പേർ താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ളത്. താമരശ്ശേരി കോടതിയിലാണ് അവർ കീഴടങ്ങിയത്. കോഴിക്കോട് കക്കോടി സ്വദേശി റിയാസ്, മാവൂർ ചൂലൂർ സ്വദേശി സുരേഷ് എന്നിവരാണ് ഈ കോടതിയിൽ ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. 11 മണിക്ക് കോടതി തുറക്കുന്ന സമയത്ത് തന്നെ അഭിഭാഷകരുമായി അവരവിടെ എത്തി കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പോഴും കോടതിയിൽ തന്നെ തുടരുകയാണ്. നടപടികളൊന്നും പുരോഗമിച്ചിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതായത് മുക്കത്തുള്ള ഹോട്ടലിലെ ജീവനക്കാരിയായിട്ടുള്ള യുവതിയെ ഈ ദേവദാസും സുരേഷും റിയാസും അവരുടെ റൂമിലേക്ക് കടന്നു ചെന്ന് ഇവർക്ക് നേരെ പീഡന ശ്രമം നടത്തുകയായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ആ പെൺകുട്ടി താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയും ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയൊക്കെയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല പോലീസ് അന്വേഷണം നടത്തുന്നതെന്ന് ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഒരു വീഡിയോ തെളിവ് ഈ 3 പേരും ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് വരുന്നതും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോകൾ, പെൺകുട്ടി വാവിട്ട് കരയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. ആ വീഡിയോകളൊക്കെ പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് പോലീസ് ഈ ദേവദാസിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ 2 പേർ കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഇവരെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ 3 പേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അപേക്ഷ പോലീസ് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.